Okay, friends. Now we can discuss about the importance of social science. Uh, I think it is the first module of your paper in first semester. Social science. What is the historical? What is the importance of studying social science? First, we go for the definition. Social science is the study of the activities of the physical and social environment. Basically, it's the study of human relations or the scientific study of human society. മനുഷ്യന്റെ പരസ്പരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് പ്രധാനമായിട്ടും സാമൂഹ്യശാസ്ത്രം എന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ വരുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഹ്യൂമൻസ്, ദ റിലേഷൻഷിപ്പ്, ബിഹേവിയർ, ഡെവലപ്മെൻറ്റ് ആൻഡ് റിസോഴ്സസ് ദേ യൂസ് and many kinds of organizations they needed to carry in their daily life, like the workplace, school, family, government, etc. etc. അപ്പോൾ ഒരു മനുഷ്യന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മനുഷ്യജീവികളെ സംബന്ധിച്ച് അവരെവിടെയൊക്കെയാണ് അവർ ഇടപെടുന്നത്, സാമൂഹികമായിട്ട് കൂട്ടം കൂടി ജീവിക്കുന്നത്, അത് സ്കൂളാകാം, കോളേജുകളാകാം, വർക്ക് പ്ലേസ് ആകാം, ഗവൺമെൻറ് ആകാം, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പ്രതിപാദിക്കുന്നു. ഇതിൽ എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ തമ്മിൽ ഇടപെടേണ്ടത്, എങ്ങനെ അവർ മിങ്കിൾ ചെയ്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഉള്ള പഠനം തന്നെയാണ് സോഷ്യൽ സയൻസ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ് സ്റ്റഡി ഹെൽപ്പ് us to gain knowledge of the society we live. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുകയാണ്. ജനറലി സോഷ്യൽ സയൻസ് ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്സ് എമംഗ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് മെനി സബ്ജക്ട്സ്. അതിനകത്താണ് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ പരാമർശിക്കും. ലൈക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സോഷ്യൽ സൈക്കോളജി ആൻഡ് മെഡിസിൻ. അപ്പോൾ ഇതൊക്കെ തന്നെയും മനുഷ്യനെ അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളെയും അവൻ്റെ വ്യക്തിബന്ധങ്ങളെയും ഒക്കെ തന്നെയും പരാമർശിക്കുന്ന തരത്തിലേക്കുള്ള അതിനെ ആ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ചരിത്രവും വർത്തമാനവും എന്താണ് രാഷ്ട്രീയവും മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും സാമൂഹ്യ പഠനവും ഇതൊക്കെ തന്നെയും എല്ലാം സോഷ്യൽ സൈക്കോളജി എല്ലാം ഒരു സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു ഒറ്റ പരിപ്രശ്നത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സോഷ്യൽ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്, അത് ശാസ്ത്രീയമായ ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്തുന്നത്. Definition of social science is the social science subject are those subjects which describe and examine the humans. മനുഷ്യനെ കുറിച്ചുള്ള പഠനം ഇസ് എ സൊസൈറ്റി റിലേറ്റഡ് സ്റ്റഡി. ഇത് സൊസൈറ്റിയെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ്, അതായത് ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്. സോ ഇറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആൻഡ് വൈ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, എങ്ങനെയാണ് മനുഷ്യൻ്റെ പെരുമാറ്റം ഉണ്ടാകുന്നത്. അത് സൈക്കോളജിയൊക്കെ കടന്നു വരുന്നത്. The primary reason for social studies to help students to develop the ability to make the right decisions. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൗരനെ സംബന്ധിച്ച് അവന് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ, ബിക്കോസ് നമുക്കറിയാം ഐനോ ട്വൻറ്റി പോലെയുള്ള ഹിസ്റ്റോറിയൻസ് പറയുന്ന ചാലഞ്ച് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ എപ്പോഴും ചാലഞ്ചുകൾ നേരിട്ടുകൊണ്ടേയിരിക്കുക. വി ആർ ഫേസിങ് സോ മെനി ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ചാലഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നത്. ചാലഞ്ചുകൾ ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല. ആ ചാലഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്നവനാണ് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം അത് ആ തരത്തിൽ സമൂഹത്തെ എങ്ങനെ ചാലഞ്ചുകളെ ഫേസ് ചെയ്യുന്ന ആളുകളാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പഠനം തന്നെയാണ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. To develop the ability to make the right decisions. It increases the social considerate of student. അത് പ്രത്യേകിച്ച് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സാമൂഹിക അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നു. Social science aware the students about our surroundings and the incidents happened in the past. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും മുമ്പുണ്ടായിരുന്ന ലോകത്തെക്കുറിച്ചും നമുക്കറിയാമല്ലോ. We learn history
to lead our society to the future. നമ്മൾ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. It has significance to develop an international viewpoint. It is also important for the moral progress of society. It is very important, it's an essential factor in the moral progress of society. സൊസൈറ്റിയുടെ മോറലായിട്ട് ഡെവലപ്മെന്റ്സ് അത്യാവശ്യമായിട്ടുള്ളത്. It helps to form the man's social character. Study of social science makes us an efficient citizen of a democracy. And it also helps us to solve the practical problems in our daily life. It is essential for communities and organizations. It also helps the students to know how different societies are managed, structured, and governed. എങ്ങനെയാണ് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത കൾച്ചറുള്ള, ഭക്ഷണ രീതിയിലും ആചാര രീതിയിലും ഒക്കെ തന്നെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ്, അവരെയൊക്കെ എങ്ങനെയാണ് ഭരിക്കപ്പെടുകയും ചെയ്യുന്നത്, ഈ സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടത്തുന്ന അതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു പഠനമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. As we know, social science includes many subjects. Each subject gives us different knowledges, like history provide the knowledge of the ancient period. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ സംഭവങ്ങൾ, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു നട്ഷൽ മാത്രം പറയുകയാണ്. ഹിസ്റ്ററിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് നോളജ് ഓഫ് ദ ഏൻഷ്യന്റ് പീരീഡ്. ഫ്രം ദിസ് സബ്ജക്ട് വി കം ടു നോ ദാറ്റ് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, മുമ്പ് നമ്മൾ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഖലീഫ ഉമറിന്റെ കാലഘട്ടം, ഖലീഫ ഉമർ എങ്ങനെയായിരുന്നു ഭരണാധികാരിയായിട്ട് തന്റെ പ്രവർത്തനം തെളിയിച്ചത്, അല്ലെങ്കിൽ തന്റെ മികവ് തെളിയിച്ചത്, ആ മികവിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും എന്തൊക്കെ പാഠങ്ങൾ ആധുനിക ചരിത്രകാരും രാഷ്ട്രീയക്കാർക്ക്, പൊളിറ്റീഷ്യൻസിന് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള കമ്പാരിസൺ lesson from the past. Another subject is geography. From this subject we know about our natural environment or natural vegetations like plants, animals, etc. We also learn about the evolution of animals, water bodies, flora, fauna, the impact of the environment in the present and the future life, preservation and the conservation importance in our life. So geographical features. Geography വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. മൃഗങ്ങളെക്കുറിച്ചും നമ്മളുടെ പരിസരത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കാൻ ഇത് ശ്രമിക്കുന്നുണ്ട്. Then political science is the subject from which we know about politics, democracy, and the fundamental proficiencies, poverty rate in the world, citizenship, moral and virtues, rights and duties, etc. ഒരു പൗരനെ സംബന്ധിച്ച് പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, ഇതൊക്കെ എന്താണെന്നുള്ളത്. കാരണം അതൊരു രാഷ്ട്ര സംവിധാനത്തിനകത്ത് എങ്ങനെയാണ് പൗരസമൂഹം രാഷ്ട്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, തരത്തിലേക്കുള്ള പഠനങ്ങൾ നടക്കുന്നത് മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ്. എക്കണോമിക്സ് ഇസ് എ സബ്ജക്ട് ഫ്രം വിച്ച് വി ലേൺ ഹൗ ടു മാനേജ് ദ ഫൈനാൻസസ്, അബൌട്ട് എഫക്റ്റീവ് എക്കണോമിക് പോളിസീസ്. നമുക്കൊരു എക്കണോമിക് പോളിസികൾ ഉണ്ടായിരുന്നു, നമുക്കൊരു എക്കണോമിക്കൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അത് ലോക സമൂഹത്തിന് മൊത്തമായിട്ടുള്ളത്, രാഷ്ട്രങ്ങൾക്കും അതേപോലെ വീടിനും നമുക്കും ഒക്കെ ഉള്ളതുപോലെ. From social science, students know about the different culture and religion in the world and how to value and respect our culture. പിന്നെയുള്ളത് എന്താണ്? ഇതെല്ലാം കൂടി ഈ ലോകത്തുള്ള സംസ്കാരത്തെക്കുറിച്ച് ഉള്ള അവബോധം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് സംസ്കാരത്തെയും ജീവിത രീതികളെയൊക്കെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വാല്യൂ, മൂല്യം. അപ്പം മൂല്യമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ, അതാണ് ഒരു മൂല്യമുള്ള സമൂഹം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവബോധമുള്ള സമൂഹമാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ അസറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രത്തിന് മൂല്യമുള്ള ഒരു അസറ്റിനെ ഉണ്ടാക്കിയെടുക്കുവാൻ ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് എഡ്യൂക്കേഷന് കൊടുക്കുക, അവരെ നല്ല പൗരന്മാരാക്കി മാറ്റുക എന്ന് തന്നെയാണ്. അപ്പൊ നല്ല പൗരന്മാരുണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രം അഭിവൃദ്ധിയിലേക്ക് പോവുകയുള്ളൂ. ആ തരത്തിലേക്ക് പോകണമെങ്കിൽ സോഷ്യൽ സയൻസ് സ്റ്റഡി ദ വാല്യൂസ്. സൊസൈറ്റി ഡസന്റ് ഹാവ് വാല്യൂസ്, പീപ്പിൾ ഹാവ് വാല്യൂസ്. അപ്പൊ ജനങ്ങളുടെ ഈ വാല്യൂസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്കുള്ള സോഷ്യൽ അവയർനെസ് ഈ ഇത്തരത്തിലുള്ള പഠനങ്ങൾ
അനിവാര്യമായ ഒന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ? ഇറ്റ് ഗീവ്സ് നോളജ് അബൌട്ട് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. ഇറ്റ് പ്രൊവൈഡ്സ് നോളജ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്. It develops social behavior. It develops civil qualities. It develops the power of thinking and reason. It develops the feeling of universal brotherhood. It develops modernization. It develops suitable proficiency and good habits. It develops the moral and social values. It develops the all-round personality. So the all-round personality who achieved these qualities, the civil qualities, knowledge, etc., and modernization, etc., etc., morals and ethics, all these the qualities of the human beings. It is very essential for the development of the society and also nation and the world. എന്താണ് ഇതിൻ്റെ objectives of social science? Social science helps students to know about the duties towards human society and make us understand how a man can fulfill their needs. ഒരു മനുഷ്യനെ അവൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം, അത് ആ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നിൽക്കണം എന്നുള്ളത്, എങ്ങനെ ജീവിക്കാം എന്നുള്ളത്. And because of social science, students understand the fundamental rights in our constitution, freedom fighters who fought for the nation. It also provides knowledge of society, social environment and nature. It also develops the human qualities, desirable attitudes in students, and it also expands the critical thinking and imagination of students. Students learn many different things from social science like cultural and social beliefs, religions, caste, nationalities, languages, festivals, clothing, food, etc. From these things, students come to know that in the society their life is multicultural, diverse, and interrelated between the countries, culture, and religion. ലോകത്തുള്ള വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന സംസ്കാരങ്ങളൊക്കെയുള്ള ബഹുതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലേക്കുള്ള സംസ്കാരങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ ഇതൊക്കെ തന്നെ സാധ്യമാകുന്നത് ഈ ഒരു ചിന്തയിലൂടെയാണ്, ഒരു സോഷ്യൽ അവയർനെസ്സിലൂടെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോക സമസ്ത സുഖിന ഭവന്തു എന്ന് പറയുന്ന പോലെയുള്ള സങ്കല്പങ്ങൾ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു ആഗോള കാഴ്ചപ്പാട്, ലോകം മുഴുവനും ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇസ്ലാമിക് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന തരത്തിലേക്ക് പറയുമ്പോഴത്തേക്ക് ഈ ലോകത്തിന് എല്ലാം ഒരേ നാഥനായതുകൊണ്ട് തന്നെ ഒരേ തരത്തിലുള്ള ചിന്താഗതി, എല്ലാ മനുഷ്യനും ഒന്നാണ് എന്നുള്ള ചിന്താഗതി, ഈ ഒരു യൂണിറ്റി എന്നുള്ള അവസ്ഥ, മനുഷ്യകുലങ്ങളെല്ലാം ഒന്നാണെന്നുള്ള സങ്കല്പം, ഈ തരത്തിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് ഈ ഒരു സോഷ്യൽ സയൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. Social science helps the students to know the importance of democracy, freedom, and rights, and how to live in society. പ്രധാനമായിട്ടും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഒരു സമൂഹത്തിനകത്ത് ഇത് പഠിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് എ സ്റ്റുഡൻറ് റെസ്പോൺസിബിൾ, ആക്റ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് ടുവേർഡ്സ് സൊസൈറ്റി. സൊസൈറ്റിയുമായിട്ട് സൊസൈറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് പ്രതിപ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട്, സിറ്റിസണായിട്ട്, യഥാർത്ഥ പൗരന്മാരായിട്ട് ജനങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, സോഷ്യൽ സയൻസ് ഒരു പാഠ്യ പദ്ധതി ഉണ്ടാവണം എന്നുള്ളത്. And also makes the students well informed about the culture, religion, and society. In short, it makes the student well informed citizen. That is the importance of education. എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രങ്ങളും എഡ്യൂക്കേഷന് വേണ്ടി പൈസ പരമാവധി ചെലവാക്കുന്നത്, ഇഷ്ടം പോലെ പൈസ ചെലവാക്കുന്നത്? കാരണം എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്തിന് നേരത്തെ പറഞ്ഞത്. സോ വെൽ ഇൻഫോംഡ് സിറ്റീസൺ ആണ് അത് ഡെവലപ്മെന്റിലേക്ക് പോകുന്ന. സോ അതാണ് സോഷ്യൽ സയൻസിന് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.